കുറേ നിയമപോരാട്ടം നടത്തിയ ശേഷമാണ് ഇത്തരമൊരു ദൃശ്യങ്ങൾ ലഭ്യമായത്. എങ്ങനെയായിരുന്നു പോലീസിൻ്റെ സമീപനം? എന്തായിരുന്നു? എന്താണ് ശരിക്കും അന്ന് താങ്കളെ കസ്റ്റഡി എടുക്കാൻ ഉണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു? അത് ഇവിടെ നമ്മുടെ ഈ തൊട്ടടുത്തുള്ള ഒരു സ്ഥാപനത്തിൽ കുറച്ച് 2 പേര് എന്തോ പ്രശ്നം ഉണ്ടാക്കി. നമുക്കറിയില്ല കാര്യങ്ങൾ എന്താണെന്നുള്ളത്, ഇപ്പോഴും അറിയില്ല. ഇവരെ പിടിച്ചു കൊണ്ടുപോയിരുന്നു പോലീസ്. അപ്പോൾ പിടിച്ചുകൊണ്ടുപോകുന്ന സമയത്ത് ഇവർ രാത്രി സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ഇവർ കിടന്ന് രക്ഷിക്കണേന്ന് പറഞ്ഞിട്ട് അലമുറയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ കിടന്നുറങ്ങായിരുന്നു. അപ്പോൾ വൈഫ് വിളിച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഇതെന്താ സംഭവം എന്ന് അന്വേഷിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഞാൻ അവിടെ പോയി നിന്ന്, ഞാനും ഉണ്ടായിരുന്നു, എൻ്റെ വൈഫുണ്ടായിരുന്നു. ഞങ്ങളവിടെ നിന്ന് ഈ സിറ്റുവേഷൻ കണ്ടപ്പോൾ പോലീസുകാർ പറഞ്ഞു, നിങ്ങളിവിടെ നിൽക്കരുത്, ആവശ്യമില്ല, നിങ്ങൾ പൊക്കോന്ന് പറഞ്ഞു. ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. ഞങ്ങൾ ഇപ്പുറത്തെ റോഡിലേക്ക് മാറി നിന്ന് റോഡിൽ നിന്നിട്ടാണ് ഞാൻ ആ വീഡിയോ എടുക്കുന്നത്. ഈ വീഡിയോ എടുത്തത് അവർക്ക് എന്തോ ഈഗോ പ്രശ്നമായി മാറിയെന്ന് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ പേരിൽ പിറ്റേ ദിവസം നമ്മളെന്നെ FIR പോലും ഇടാണ്ട് എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. അത് ഡീറ്റെയിൽസ് ടെക്നിക്കൽ നിങ്ങൾ തപ്പി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. FIR ഇട്ടിട്ടുള്ള ടൈമും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ. കസ്റ്റഡി എടുത്തപ്പോൾ എന്താ കാരണം പറഞ്ഞത്? കാരണം അതായത് പോലീസിനെതിരെ നമ്മൾ പ്രവർത്തിച്ചു എന്നുള്ള രീതിയിൽ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ അവരെ മോചിപ്പിച്ചു, അവരെ ഇറക്കി വിട്ടു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ആക്ഷൻ എടുത്തുകൊണ്ട് കുഴപ്പമില്ല. ഞങ്ങൾ 2 മാസം മുമ്പായിട്ട് ബുക്ക് ചെയ്തിട്ടുള്ള ഞങ്ങളുടെ ചെക്കപ്പിന് വേണ്ടിയിട്ട് പോകാൻ ഇറങ്ങുന്ന സമയത്താണ് ഞങ്ങളതിനെ പിടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് സ്റ്റേഷനിലേക്ക് ആകെ 50 മീറ്റർ ഉള്ളൂ. ഞങ്ങളോട് കാലത്തോ എപ്പോഴെങ്കിലും നമ്മളോടൊന്ന് വിളിച്ച് പറഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് ചെല്ലാവുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് വന്ന് പിടിച്ചു കൊണ്ടുപോകുമ്പോൾ നമുക്ക് ആകെ ഇതായിപ്പോയി, പാനിക്കായിപ്പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തു പോലീസിൻ്റെ അടുത്ത്, ഞങ്ങൾക്കിങ്ങനെ ഒരു ടെസ്റ്റ് ഉണ്ട് നാളെ, അതിന് വേണ്ടി കാര്യങ്ങൾക്ക് പോകാൻ വേണ്ടി നിൽക്കണമെന്ന് പറഞ്ഞിട്ടും അവരത് മനസ്സിലാക്കുന്നില്ല. നമ്മളെ പിടിച്ചു കൊണ്ടുപോയി അവിടെ നമ്മൾ ഇരുത്തുന്നു. അപ്പോൾ എൻ്റെ വൈഫ് ഓട്ടോമാറ്റിക്കലി ഒരു ഹസ്ബൻഡിനെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി വൈഫും കയറി വരുമല്ലോ. അപ്പോൾ വൈഫ് അങ്ങനെ കയറി വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ അടുത്ത് കാണിച്ചത് വളരെയധികം മോശപ്പെട്ട കാര്യങ്ങളാണ് ആ സമയത്ത് അവിടെ കാണിച്ചത്. ഈ സിറ്റുവേഷൻ നടന്ന് അടിയും കഴിഞ്ഞ് എന്നെയും ഉപദ്രവിച്ചു, എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടും നമുക്കൊരു നീതിയില്ല, ഒന്നുമില്ല. എന്നെ നേരെ അറസ്റ്റ് ചെയ്ത് നേരെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി എന്നെ 5 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഒരു ആവശ്യമില്ലാത്ത കാര്യത്തിനാണ് എന്നെ പിടിച്ച് റിമാൻഡ് ചെയ്യണത്. പിന്നെ എനിക്കൊരു കാര്യങ്ങൾ അറിയാൻ പറ്റുന്നില്ല ഇവിടെ നടക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത്. എൻ്റെ വൈഫിൻ്റെ അവസ്ഥ വളരെ പരിതാപമായിരുന്നു. 2 മക്കൾ, പിന്നെ അവൾ ഗർഭിണിയാണ്. അപ്പോൾ ഈ അടിച്ച സംഭവം നമ്മൾ ആരോടും പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ല. ഒരുപാട് നിയമപരമായിട്ടുള്ള എല്ലാ സ്റ്റെപ്പുകളും ഞങ്ങൾ എടുത്ത് പടിപടിയായിട്ട് എടുത്ത് ലാസ്റ്റ് ജഡ്ജ് VJ അരുൺ സാറാണ് ഇത് ഉത്തരവിടുന്നത് നമുക്ക് ഈ സംഭവം കിട്ടാൻ വേണ്ടിയിട്ട്. ഈ പ്രകാരം ആദ്യം ചോദിച്ചപ്പോൾ കിട്ടിയിട്ടില്ല. ഒരു കാര്യമില്ല. നമ്മൾ വിവരാവകാശവും മനുഷ്യാവകാശ കമ്മീഷനൊക്കെ വെറുതെ ഡമ്മികളാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്കൊക്കെ നമ്മൾ അപേക്ഷ കൊടുത്തിട്ട് അവർക്ക് ഓരോ ന്യായങ്ങൾ, ഈ ലെറ്റർ അയച്ച് നമുക്ക് എത്തണ ടൈം, അത് പിന്നെ അത് ഒരു ചടങ്ങാണത്. ഡയറക്റ്റ് കോടതിയെ സമീപിച്ച് കഴിഞ്ഞാൽ നമുക്കതിന് ഒരു ന്യായം കിട്ടുന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. അത് കോടതി എന്ന് പറഞ്ഞത് അവസാനമാണ്. അതിന് നമ്മൾ തക്കതായ രീതിയിൽ നമ്മൾ വെയിറ്റ് ചെയ്ത്, ഈ സത്യത്തിൻ്റെ വഴി എന്ന് പറയുന്നത് നേർരേഖയിൽ പോകണ പോലെ കുറച്ച് വെയിറ്റ് ചെയ്ത് സമാധാനമായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ വിധി വരും. ഇപ്പോഴും ഞങ്ങൾ നിയമപോരാട്ടത്തിൽ നിൽക്കുകയാണ്. നമ്മൾ ഈ വിഷ്വൽ കിട്ടിയതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. ഇനി അടുത്ത സ്റ്റെപ്പ് എടുക്കണ്ടേ. ഞങ്ങൾ അനുഭവിച്ച വേദനകളും കാര്യങ്ങളും എല്ലാം എല്ലാവരും അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇതിങ്ങനെ ഇതാക്കിയത്.